ഇപ്പോൾ സ്നാപ്ചാറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ചാറ്റിൽ എങ്ങനെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഫോട്ടോ എടുത്തിട്ടല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോ ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇപ്പം ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ക്യാപ്ഷനും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെൻസിൽ ബട്ടൺ ഉണ്ട്. ഇവിടെ ഇതിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യാം. ഇനി മ്യൂസിക് സെർച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡും ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ എക്സാമ്പിളിന് ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെയും എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടും സ്വൈപ്പ് ചെയ്താൽ മതി. കൂടുതൽ ഫിൽറ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോറീസ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ബാക്കോട്ട് വന്നിട്ട് സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ പോയി നോക്കിയാൽ മൈ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറി ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സ്നാപ്ചാറ്റിൽ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.